നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇത്തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷത്തിന് വലിയ തോതിൽ പ്രഹരമേൽപ്പിച്ച ഒരു തിരഞ്ഞെടുപ്പ് ഫലം തന്നെയായിരുന്നു. അത് നമുക്കിവിടെ പറയാതിരിക്കാൻ വയ്യ. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഒന്നും ഇനി ജനങ്ങൾക്കിടയിൽ ഏശില്ല എന്നുള്ളതിന്റെ തെളിവാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. BJP കേരളത്തിൽ അക്കൗണ്ട് തുറന്നിരിക്കുന്നു. 2021 നിയമസഭാ ഇലക്ഷന് ആകെ ലഭിച്ച വോട്ട് ശതമാനം എന്ന് പറയുന്നത് 12.41 ആയിരുന്നു. എന്നാൽ ഇത്തവണ 2014 എത്തുമ്പോൾ ലോക്സഭാ ഇലക്ഷനിൽ ലഭിച്ചിരിക്കുന്നത് 19.39%. അത്രയും വോട്ട് ശതമാനം ഉയർന്നു എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. റെക്കോർഡ് വോട്ടുകളുമായി BJP ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഭൂരിഭാഗം ജനങ്ങളും BJPക്കൊപ്പം നിലകൊള്ളുന്നു എന്ന് തന്നെയാണ്. അവർ മോദി സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഇവിടെ യാതൊരുവിധ സംശയവുമില്ല. ഈ വമ്പൻ വിജയത്തെ ഇടത് നേതാക്കൾ പോലും ഇപ്പോൾ അംഗീകരിക്കുന്നു എന്നതാണ് നഗ്നമായ ഒരു സത്യവും. പറയാൻ കാരണം LDFന്റെ കണ്ണൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയും CPM ജില്ലാ സെക്രട്ടറിയുമായ MV ജയരാജൻ അദ്ദേഹം ഇപ്പോൾ തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് BJPക്ക് വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്നത്. തുറന്നു സമ്മതിച്ചെങ്കിലും അദ്ദേഹത്തിന് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും മറ്റൊരു വാസ്തവമാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം. BJP വോട്ട് വർധന പ്രത്യേക പ്രതിഭാസമാണ് എന്നും ഇത് പരിശോധിക്കുമെന്നുമാണ് ജയരാജൻ പറയുന്നത്. ഇടതു കേന്ദ്രങ്ങളിൽ BJP വോട്ട് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. പാർട്ടിക്കുണ്ടായ തിരിച്ചടിയെക്കുറിച്ച് പഠിച്ച് തിരുത്തേണ്ടവ തിരുത്തുകയും പഠിക്കേണ്ടവ പഠിച്ചു നീങ്ങുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. മുന്നണിയെക്കുറിച്ചോ സർക്കാരിനെ കുറിച്ചോ ഉണ്ടായ ധാരണ എന്തെന്ന് തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കാൻ മാർഗങ്ങൾ തേടുമെന്നും അദ്ദേഹം പറയുന്നു. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ NDA മികച്ച മുന്നേറ്റം നടത്തി. 2019 CK പത്മനാഭന് 68,509 വോട്ടായിരുന്നു ലഭിച്ചത്. ഇത്തവണ C രഘുനാഥിന് 1,19,876 വോട്ട് നേടി. ഇരട്ടിയിലധികം വോട്ട് കൂടുതൽ. LDFന് വോട്ട് കുറഞ്ഞിരിക്കുന്നു. 2019 PK ശ്രീമതിക്ക് 4,35,182 വോട്ട് നേടിയിരുന്നു. ഇത്തവണ MV ജയരാജന് 4,09,542 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അതായത് 25,640 വോട്ടിന്റെ കുറവുകളാണ് ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്തുൾപ്പെടെ NDA മികച്ച മുന്നേറ്റം നടത്തി. പിണറായിയുടെ വീടിനോട് ചേർന്ന് RC അമല സ്കൂളിലെ 160, 161, 162 ബൂത്തുകളിൽ CPMന് വലിയ വോട്ട് ചോർച്ചയുണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. 2021 പിണറായി വിജയൻ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ ഈ 3 ബൂത്തുകളിൽ നിന്ന് 2,673 വോട്ടുകൾ ലഭിച്ചിരുന്നു. MV ജയരാജന് കിട്ടിയതോ ഇപ്രാവശ്യം 2,114 വോട്ടാണ്. രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച പാറപ്പുറം ഉൾപ്പെടെയുള്ള പ്രദേശമാണ് പിണറായി. ഈ 3 ബൂത്തുകളിൽ NDA സ്ഥാനാർത്ഥി C രഘുനാഥ് 345 വോട്ട് നേടി. 2019 ഈ 3 ബൂത്തുകളിൽ നിന്ന് NDA സ്ഥാനാർത്ഥിക്ക് 166 വോട്ടുകളാണ് ലഭിച്ചത്. അവിടെയും വർധനവ് ഒരുപാടുണ്ടായി. NDA സ്ഥാനാർത്ഥിയുടെ ബോർഡുകൾ വെക്കാനോ ലഘുലേഖനങ്ങൾ വിതരണം ചെയ്യാനോ അനുവദിക്കാത്ത പ്രദേശമാണ് പിണറായി. CPM ഇതര സംഘടനകളെ ബൂത്തിൽ ഇരിക്കാനും സമ്മതിച്ചിരുന്നില്ല. പ്രചരണം ഉൾപ്പെടെ സകലതും വിലക്കെടുത്തിട്ടും ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയ വോട്ട് ചോർച്ച CPMനെ ഞെട്ടിച്ചു എന്നതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇനി അങ്ങോട്ട് ഇടത് സംഘടന കേരളത്തിൽ നിന്നും മൺമറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കമ്മിമുക്ത കേരളം അതിവിദൂരവുമല്ല.